ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, എന്നോടൊപ്പം ഈ വചനയാത്രയിലായിരിക്കുന്ന എല്ലാവരെയും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ ആഴ്ച പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വചനങ്ങളും ഒന്നുകൂടി ഓർത്തു നോക്കാം. ഏശയ്യ 59:1 രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. എബ്രായർ 12:14 എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ, വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. സങ്കീർത്തനം 34:10 സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ലൂക്കാ 2:14 അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ജോബ് 22:21 ദൈവവുമായി രമ്യതയിലായി സമാധാനത്തിൽ കഴിയുക, അപ്പോൾ നിനക്ക് നന്മ വരും. ഇനി നമുക്ക് ഇന്നത്തെ വചനം നോക്കാം. യോഹന്നാൻ 6:63 നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഈ വചനം 3 പ്രാവശ്യം ഏറ്റു പറഞ്ഞ് പഠിക്കാം. യോഹന്നാൻ 6:63 നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. യോഹന്നാൻ 6:63 നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. യോഹന്നാൻ 6:63 നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. സ്നേഹമുള്ളവരെ, എല്ലാ ശനിയാഴ്ചയും ചെയ്യാറുള്ളതുപോലെ ഇന്ന് റിവിഷൻ ഡേ ആണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ആദ്യം പഠിച്ച ഒരു 12 വചനങ്ങൾ റിവിഷൻ ചെയ്തായിരുന്നു. ഇനി അത് കഴിഞ്ഞുള്ള ഒരു 12 വചനങ്ങളാണ് ഇന്ന് റിവിഷൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. യോഹന്നാൻ 14:14 എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. സംഖ്യ 6:24 കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. സങ്കീർത്തനം 46:10 ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. ലൂക്കാ 2:52 യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. നിയമാവർത്തനം 6:6 ഞാൻ എന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. മത്തായി 6:8 നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. 2 തിമോത്തിയോസ് 2:3 യേശു ക്രിസ്തുവിൻ്റെ നല്ല പടയാളിയെപ്പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക. സങ്കീർത്തനം 55:22 നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. ഏശയ്യ 54:13 കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ് ആർജിക്കും. യോഹന്നാൻ 14:1 നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എബ്രായർ 4:12 ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:8 എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. എല്ലാവരും വചനം പഠിക്കുകയും ബുക്കിലേക്ക് എഴുതുകയും ചെയ്യുക. നാളെ മറ്റൊരു വചനവുമായിട്ട് വരാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.